പിന്നെ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ ഒരു ശേഷിയാണ്. ജനങ്ങൾ പലപ്പോഴും തെറ്റായിട്ടുള്ള പല പ്രചരണങ്ങൾക്കും വേണമെങ്കിൽ സിമ്പതിയൊക്കെ പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ ഒരു സിമ്പതി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് എന്നുള്ള നിലക്കാണ് വീണ ജോർജ് ഇതിനെ കണ്ടത്. ഞാൻ വിചാരിക്കുന്നില്ല അത് വീണ ജോർജിന്റെ ബുദ്ധിയാണത്. വീണ ജോർജ് അത്രയൊന്നും ബുദ്ധിയുള്ള മറ്റു പലരും അതിന്റെ പുറകിൽ എന്ത് ചെയ്യുന്നു അല്ല, ഇവരുടെ ഒരു സ്ട്രാറ്റജിക് അഡ്വൈസേഴ്സ് പലരും ഈ മണ്ടത്തരമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഈ മണ്ടത്തരം പറയുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ആളുകൾ എന്ത് ചെയ്യും എന്നുള്ളത് കൂടി അവരൊന്ന് ആലോചിക്കണമായിരുന്നു. പ്രത്യേകിച്ചും വേറെ ഏതെങ്കിലും ജില്ലയിൽ വെച്ചാണെങ്കിൽ ഇത് കുഴപ്പമില്ല. ഇപ്പൊ കണ്ണൂരൊക്കെ വെച്ചാണെങ്കിൽ കണ്ണൂരിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഏതാണ്ട് CPM പോലെ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് അവരപ്പം തന്നെ പറഞ്ഞിരുന്നു, ആരെങ്കിലും ഇവരെ തല്ലുന്നതോ അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 1,00,000 രൂപ ഇനാം അതുപോലെ പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ വേണമെങ്കിൽ 1 പവൻ സ്വർണം നൽകാമെന്നൊക്കെ ഉള്ളത് പ്രഖ്യാപിച്ചിരുന്നു. പിന്നെ RPFന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്നു. അപ്പൊ അതൊന്നും വന്നില്ല. യഥാർത്ഥത്തിൽ ഒരു നുണ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ അതിനവരെ കുറ്റപ്പെടുത്തില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ തന്നെ തിരുത്തിയല്ലോ. അവർ തന്നെ തിരുത്തിയല്ലോ. പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി സിമ്പതി ഒന്നും പിടിച്ചുപറ്റാൻ ആയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ കോൺഗ്രസ് കുറച്ചുകൂടി അഗ്രസീവായിട്ട് എണീറ്റു. കോൺഗ്രസ് ഇതുപോലെ റിയാക്ട് ചെയ്യും എന്നുള്ളത് വീണ ജോർജിന് ഈ ബുദ്ധി ഉപദേശിച്ചവരോ ഒന്നും തന്നെ ആലോചിച്ചിരുന്നില്ല.